കാസർഗോഡ് ജില്ലയിൽ ഉണ്ടായതുപോലെയുള്ള ഒരു അപകടം തന്നെയാണ് കണ്ണൂരിലും ഉണ്ടായത്. ദേശീയപാത നിർമ്മാണത്തിനിടെ മണ്ണിടിഞ്ഞാണ് തൊഴിലാളി മരിച്ചത്. ജാർഖണ്ഡ് സ്വദേശി ബയാസ് ഒറാനാണ് മരിച്ചത്. ചാലക്കുന്നിൽ ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി മണ്ണെടുത്ത സ്ഥലത്ത് ഒരു കുന്നിൻ പ്രദേശമാണ്, കുന്നിടിച്ചാണ് അവിടെ ദേശീയപാത നിർമ്മിക്കുന്നത്. അതിനുശേഷം മണ്ണെടുത്ത സ്ഥലത്ത് അതിന്റെ സൈഡിലായി സുരക്ഷാ ഭിത്തി കെട്ടുന്നതിനിടയിലായിരുന്നു അപകടം. വൈകുന്നേരമുണ്ടായ ശക്തമായ മഴയിലായിരുന്നു അപകടം സംഭവിച്ചത്. മരിച്ച ബയാസ് ഒറാൻ അടക്കമുള്ള 3ഓളം തൊഴിലാളികൾ മണ്ണിടിച്ചിലിൽ താഴെ വീണെങ്കിലും ബയാസ് ഒറാൻ മാത്രമാണ് മരിച്ചത്. മറ്റിരുവർക്കും നിസ്സാര പരിക്കുകൾ മാത്രമേ ഉള്ളൂ. ആ ദൃശ്യങ്ങളിൽ കാണാം, സുരക്ഷാ ഭിത്തി കെട്ടുന്നതിന്റെ ഭാഗമായി കോൺക്രീറ്റ് ചെയ്യുന്നുണ്ട്. ആ കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടി നിർമ്മിച്ച അവിടെ സ്ഥാപിച്ച കമ്പികൾക്കിടയിൽ കുടുങ്ങിയാണ് ബയാസിന്റെ മരണം സംഭവിച്ചിരിക്കുന്നത്. അദ്ദേഹം തൽക്ഷണം മരിച്ചു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കാസർഗോഡ് ജില്ലയിൽ ഇത്തരത്തിൽ ഒരു മഴയുടെ തുടക്ക സമയത്ത് തന്നെ ഉണ്ടായ അപകടമാണ്. അത്തരത്തിൽ ഇങ്ങനെ ഒരു മഴക്കാലം, ഈ ഒരു മഴക്കാലത്ത് ദേശീയപാത അടക്കമുള്ള പല നിർമ്മാണ പ്രവൃത്തികളുടെയും പ്രവർത്തനം അവിടെ നിർത്തിവെക്കണം എന്നുള്ളതായിരുന്നു അവരുടെ ആവശ്യം. അങ്ങനെ കാസർഗോഡ് അപകടത്തിന് ശേഷം തൊഴിലാളികൾ സമരം ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. ഇവിടെ ശക്തമായ മഴയിൽ അപകട സാധ്യത മുന്നിലുണ്ടായിട്ടും അവിടെ പണി നടക്കുകയായിരുന്നു. പണി നിർത്തിവെക്കാനുള്ള നിർദ്ദേശം നൽകിയിരുന്നു എന്നതാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭിച്ച വിവരം. ദേശീയപാത അതോറിറ്റിയാണ്, NHAI ആണ് ഇത് സംബന്ധിച്ച് തൊഴിലാളികൾക്ക് നിർദ്ദേശം കൊടുക്കേണ്ടത്. അവർ ഒരു കരാർ കമ്പനിക്ക് നിർദ്ദേശം നൽകണം. അതിനുശേഷം കരാർ കമ്പനിയാണ് തൊഴിലാളികൾക്ക് നിർദ്ദേശം നൽകേണ്ടത്. ഇത്തരത്തിൽ ശക്തമായ മഴയുണ്ടാകുന്ന സമയത്ത് പണി നിർത്തിവെക്കണം എന്നുള്ള കാര്യം. കാരണം ഈ ഒരു മഴയത്ത് ഇന്ന് വലിയ ശക്തമായ മഴ തന്നെയാണ് ഉണ്ടായത്. കാലവർഷം ഇത്തവണ നേരത്തെ എത്തി, ഇന്ന് കാലവർഷം ആരംഭിച്ചു. ഇനി അങ്ങോട്ട് ശക്തമായ മഴയായിരിക്കും. ഈ ഒരു മഴയിൽ ദേശീയപാത നിർമ്മാണത്തിന്റെ പണി തുടരുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള അപകടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. ദേശീയപാത നിർമ്മാണത്തിന് വേണ്ടി മണ്ണെടുത്ത സ്ഥലത്തൊക്കെ നമ്മൾ കണ്ണൂർ കുപ്പത്തും അതുപോലെ മലപ്പുറം കൂരിയാടും ഒക്കെ അപകടം കണ്ടതാണ്. ടാർ ചെയ്ത ദേശീയപാത നിർമ്മാണത്തിന്റെ ഏതാണ്ട് 90% പ്രവൃത്തി പൂർത്തിയാക്കിയ സ്ഥലത്ത് പോലും മണ്ണിടിച്ചൽ ഉണ്ടായ ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ്. അത്തരത്തിൽ ഉള്ള സാഹചര്യം കണക്കിലെടുത്ത്, അതായത് ഇപ്പോൾ പുതുതായി പണി നടന്നുകൊണ്ടിരിക്കുന്ന പ്രദേശത്ത് താൽക്കാലികമായി ഈ ഒരു മഴക്കാലത്ത് തൊഴിലാളികൾ ജോലി നിർത്തിവെക്കേണ്ടതാണ്. എന്തായാലും ഇന്നത്തെ ഒരു മഴ ശക്തിയായതോടുകൂടി തൊഴിലാളികൾക്ക് ഇത്തരത്തിലുള്ള ഒരു നിർദ്ദേശം കരാർ കമ്പനി നൽകിയിട്ടുണ്ടോ എന്നുള്ള കാര്യം പരിശോധിച്ചു വരികയാണ്.